ഹായ് മക്കളെ, വെൽക്കം ടു എജി പോർട്ട്. എല്ലാ മക്കൾക്കും എജി പോർട്ടിലേക്ക് സ്വാഗതം. എടാ മക്കളെ, നമ്മുടെ എക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം എന്നുള്ള ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നീതി ആയോഗ്. എന്താണ് നീതി ആയോഗ്, അല്ലെങ്കിൽ അതിൻ്റെ എയിംസുകൾ അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ നീതി ആയോഗ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം തന്നെ മക്കൾ മനസ്സിലാക്കേണ്ടത്, എടാ നമ്മുടെ പ്ലാനിങ് കമ്മീഷൻ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ, 1950 നിലവിൽ വന്ന ഒരു കമ്മീഷൻ അല്ലേ, അത് മാറിയിട്ടാണ് പിന്നെ എന്ത് പറഞ്ഞത്, ഇപ്പോൾ നീതി ആയോഗ്. നോക്കണേ മക്കളെ, നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. ഇതാണ് NITI. അതിനാണ് നമ്മൾ നീതി എന്ന് വായിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നല്ല ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം എന്നല്ല ചോദിക്കുന്നത്. നമ്മൾ പഠിച്ചു വെക്കേണ്ട മക്കളെ, നീതി ആയോഗ് എന്ന് പറയുന്നത് കെയിം ഇൻ ടു ബീങ് 1 ജാനുവരി 2015. 2015 ജനുവരി 1 എന്ത് വരുന്നത്, നീതി ആയോഗ് നിലവിൽ വരുന്നത്. മനസ്സിലാക്കണം കേട്ടോ, നീതി ആയോഗ് നിലവിൽ വരുന്നത് 1 ജാനുവരി 2015. 2015 ജനുവരി മാസത്തിലെ 1-ാം തീയതിയാണ് ആര് നിലവിൽ വരുന്നത്, നീതി ആയോഗ് നിലവിൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. ആ നീതി ആയോഗിൻ്റെ ചെയർമാൻ ഉണ്ടോ മക്കളെ, നീതി ആയോഗിന് ഒരു ചെയർമാൻ ഉണ്ടായിരിക്കും. അത് ആരാണോ പ്രൈം മിനിസ്റ്റർ, ഇപ്പം നിലവിൽ ആരാ പ്രൈം മിനിസ്റ്റർ, നരേന്ദ്രമോദിയിലെ, അപ്പം അദ്ദേഹമാണ് എന്തെന്ന് പറയുന്നത്, ഈ നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് കൊടുക്കാൻ കാരണം, പ്രധാനമന്ത്രി എന്ന് കൊടുക്കാൻ കാരണം എന്താ, പേര് കൊടുക്കാത്ത എന്തുകൊണ്ടാണ്, നീതി ആയോഗിന് പ്രധാനമന്ത്രി മാറുമ്പോൾ എന്തായിരിക്കും, അയാൾ മാറും. അപ്പം എപ്പോഴും പ്രധാനമന്ത്രി ആരാണോ അദ്ദേഹമാണ് എന്തായിരിക്കുക, നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ 2015 ജനുവരി 1-ാം തീയതി നിലവിൽ വന്നതാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരായിരിക്കും, പ്രധാനമന്ത്രി. ആരാണോ അപ്പോഴത്തെ പ്രധാനമന്ത്രി അദ്ദേഹമാണ് എന്തെന്ന് പറയുന്നത്, നീതി ആയോഗിൻ്റെ ചെയർമാൻ. ഇനി ഈ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് എക്സാമിന് ചോദിക്കുക. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ മക്കളെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുക, ടു ബ്രിങ് ഡൗൺ ഗവൺമെൻറ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറക്കുക. ഈ മേഖലകളിലൊക്കെ ഏതൊക്കെ, വ്യവസായ സേവന മേഖലകൾ അല്ലെങ്കിൽ എന്തെന്ന് പറയാം, ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടറിൽ എന്ത് ചെയ്യുക, ബ്രിങ് ഡൗൺ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കണം. അതായിരുന്നു നീതി ആയോഗിൻ്റെ ഒരു ലക്ഷ്യം. മറ്റൊരു ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ബൈ പ്രാക്ടീസിങ് മിക്സ്ഡ് ഫാമിംഗ്. മക്കളെ എന്തായിരുന്നു, അങ്ങനെ കാർഷിക മേഖലയിലെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക എന്ന. മിശ്ര കാർഷികം എന്ന് പറഞ്ഞാൽ എന്താ, പലതും കൃഷി ചെയ്തിട്ടില്ല, ഒരു കൃഷിയുടെ ഭാഗത്ത് തന്നെ പലതും കൃഷി ചെയ്തിട്ട്, അതായത് മിക്സ്ഡ് ഫാമിങ്ങിലൂടെ എന്ത് ചെയ്യുക, കാർഷിക മേഖലയെ മുന്നോക്കം കൊണ്ടുവരാം. മറ്റൊരു കാര്യമായിരുന്നു ടു യൂട്ടിലൈസ് ദ സർവീസസ് ഓഫ് ദി ഡൊമിനൻറ്റ് മിഡിൽ ക്ലാസ് ഓഫ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്. എന്താണെന്ന് വെച്ചാൽ മക്കളെ, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഒരു മധ്യവർഗം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മൾ പറയാം, നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊക്കെ പറയാമല്ലേ, എന്ന് വെച്ചാൽ പൈസക്കാരും എല്ലാം പാവപ്പെട്ടവനും എല്ലാം എന്ന് പറയാം. ഇവരെന്തായിരുന്നു, സുസ്ഥിര വികസനത്തിലേക്ക് എത്തിക്കണം. മറ്റു കാര്യം ടു മേക്ക് യൂസ് ദി സർവീസസ് ഓഫ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ഫോർ എക്കണോമിക് ആൻഡ് ടെക്നോളജിക്കൽ. മക്കൾ ഇവിടെ ഒരു വേണ്ട കേട്ടോ, ടെക്നോളജിക്കൽ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസി ഇന്ത്യക്കാരെന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്നവരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതും എന്തിൻ്റെ ലക്ഷ്യമാണ്, നീതി ആയോഗിൻ്റെ മറ്റൊരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ ടു കൺവേർട്ട് ദി സിറ്റീസ് ഇൻ ടു സെക്യൂർ ലിവിങ് സെൻറ്റേഴ്സ് യൂസിങ് മോഡേൺ ടെക്നോളജി. മക്കളെ നോക്കണേ, നഗരങ്ങൾ എന്ത് ചെയ്യുക, സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളിലാക്കി മാറ്റുക. എന്തിൻ്റെ സഹായത്തോടു കൂടി, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി, സാങ്കേതിക വിദ്യ ന്യൂ ടെക്നോളജി കൊണ്ടുവരണം അല്ലേ, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുക, ആവാസ വ്യവസ്ഥയ്ക്ക് ഒന്നും കൂടി സെറ്റപ്പ് ആക്കുക. അതുപോലെ തന്നെ ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്ത് എന്ത് ചെയ്യുക, പ്രാപ്തരാക്കുക. ദ എക്വിപ്പ് ദ നേഷൻ ടു ഫേസ് ഗ്ലോബൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് മാർക്കറ്റ് ഫോഴ്സസ്. ഇതൊക്കെയായിരുന്നു നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഈ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നീതി ആയോഗ് പഠിച്ചു മക്കളെ, പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. നീതി ആയോഗ് നിലവിൽ വരുന്നത് 2015 ജനുവരി 1 പ്ലാനിംഗ് കമ്മീഷൻ മാറിയിട്ടാണ് എന്തായത്, നീതി ആയോഗ് ആയത്. അപ്പോൾ നീതി ആയോഗ് സെറ്റ്. ബൈ.